ഹായ് ഓൾ, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു നെയ്ച്ചോറും വറുത്തരച്ച് മുട്ടക്കറി ഉണ്ടാക്കിയാൽ നോക്കിയാലോ. അപ്പം നോക്കാമല്ലേ, എല്ലാവരും വന്നോളൂ. നമ്മൾ ആദ്യം തന്നെ ഒരു കുക്കറിലോട്ട് 4 വലിയ ഉള്ളി സ്ലൈസായിട്ട് നുറുക്കിയതും, ഒരു തക്കാളി, പിന്നെ 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പച്ചമുളക്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് ഒഴിച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് ഇതിൽ തന്നെ കോഴിമുട്ടയും കൂടി മുഴുകിയെടുത്താൽ നമ്മുടെ പണി എളുപ്പമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കോഴിമുട്ടയും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇറക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുക്കർ അടയ്ക്കാം. അടുപ്പത്ത് വെച്ചിട്ട് ഒരു 4 വിസിലടിച്ചാൽ മതി. നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, തേങ്ങ വറുത്തരയ്ക്കാം. ഒരു ചീനച്ചട്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 കപ്പ് തേങ്ങയും 8 ചെറിയ ഉള്ളി, പിന്നെ പെരുംജീരകം, പട്ട, ഏലക്കായ, ഗ്രാമ്പു, കറിവേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് നന്നായി ചോക്കെ വറുക്കുക. ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ കുക്കർ തുറന്നതിന് ശേഷം ഈ അരപ്പ് അതിലോട്ട് ഒഴിച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കോഴിമുട്ടയും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് വറുത്തരച്ച് മുട്ടക്കറി റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം അല്ലേ. അപ്പം നമുക്ക് അടികട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഓയിൽ, കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് നമ്മൾ ഒരു സവാളയും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കറിവേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് വറുത്ത് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. ഗാർണിഷ് ചെയ്യാനാണ് കേട്ടോ. നന്നായിട്ട് മൊരിച്ച് വറുക്കുക, കരിയിക്കരുത് കേട്ടോ. മൊരിച്ചിട്ട് മാറ്റി വയ്ക്കുക. അതേ എണ്ണയിലോട്ട് തന്നെ നമ്മൾ കുറച്ച് നെയ്യും കൂടി ഒഴിക്കുക. ഓൾ സ്പൈസസും, ഒരു സവാള സ്ലൈസായിട്ട് നുറുക്കിയതും, ഒരു ചെറിയ ക്യാരറ്റും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിലോട്ട് ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക്. നമ്മൾ ആദ്യം അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറക്കുക. അതിനുശേഷം അതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നാരങ്ങാനീര്, അരമുറി നാരങ്ങ നീരാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അരി തമ്മി ഒട്ടാതിരിക്കാനാണ് കേട്ടോ. ആവശ്യമായിട്ടുള്ള ഉപ്പും അതേപോലെ തന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് നന്നായി ഇളക്കി അടച്ച് വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ട്. മുകളിൽ ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കുക. നമുക്ക് കഴിക്കാറാകുമ്പോൾ തുറന്നാൽ മതി കേട്ടോ. ഇനി നമുക്ക് സ്വാദിഷ്ടം നെയ്ച്ചോറും വറുത്തരച്ച് മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം, അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്